കരുളായിയിൽ ചോലനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട യുവതിയുടെ മരണത്തിൽ കേസെടുത്ത് പോലീസ്. അസ്വാഭാവിക മരണത്തിനാണ് പൂക്കോട്ടുംപാടം പോലീസ് കേസെടുത്തത്. നവംബർ 30 വൈകിട്ടാണ് മാത്തി മരിച്ചത്. പാറയിൽ നിന്ന് കാല് തെന്നി വീണെന്നാണ് സഹോദരന്റെ മൊഴി. യുവതിയുടെ മരണം കൊലപാതകമാണെന്ന ശബ്ദ സന്ദേശമാണ് സംശയത്തിനിടയാക്കിയത്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി. വിപിൻ, ഈ 30-ാം തീയതി സംഭവിച്ച മരണം, അതിൽ ഇപ്പോൾ ഒരു കൊലപാതക സംശയം തോന്നിപ്പിക്കുന്നത് എന്താണ്? ആരുടെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? ഗോകുൽ, 30-ാം തീയതി വൈകിട്ടാണ് 34 വയസ്സുള്ള മാത്തി മരിക്കുന്നത്. അവിടെ തന്നെ കുപ്പമല എന്നുള്ള പ്രദേശത്ത് തന്നെ പിന്നീട് സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തറിയുന്നത്. ഇങ്ങനെ പുറത്തു വന്ന വിവരപ്രകാരമാണെങ്കിൽ ഈ പാറയ്ക്ക് മുകളിൽ നിന്ന് കൊക്കയിലേക്ക് കാല് തെന്നി വീണാണ് ഈ മരണം സംഭവിച്ചത്. പക്ഷേ അതിനൊപ്പം തന്നെ ഒരു ശബ്ദ സന്ദേശം അവിടെ ആ പ്രദേശങ്ങളിലൊക്കെ പരന്നു. ഇത് പ്രകാരമാണെങ്കിൽ ഈ കൊലപ്പെടുത്തിയ ശേഷം കൊക്കയിലേക്ക് തള്ളിയിട്ടു എന്നുള്ള ഒരു ശബ്ദ സന്ദേശമാണ് പരന്നത്. ഇത് ഒരു ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവിന്റെ തന്നെയാണ് ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം വരികയും ചെയ്തത്. ഇതോടുകൂടിയാണ് പോലീസ് ഇക്കാര്യത്തിൽ ഒരു അസ്വാഭാവിക മരണത്തിന് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ പൂക്കോട്ടുംപാടം പോലീസിന്റെയും വനം വകുപ്പിന്റെയും നേതൃത്വത്തിൽ തന്നെ അവിടേക്ക് പോയി, ആ പ്രദേശത്തേക്ക് പോയി അവിടെ ഒരു അന്വേഷണം നടത്തുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഈ ഭർത്താവും സഹോദരനും ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി കാല് തെന്നി കൊക്കയിലേക്ക് മറിയുകയായിരുന്നു, വൈകിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാല് തെന്നുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന സന്ദേശം അത് വ്യാജം എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഇപ്പോഴുള്ള ഒരു നിഗമനമുള്ളത്. കാരണം അത് ഇവരോടുള്ള ഒരു പിണക്കത്തിലോ ശത്രുതയിലോ മറ്റൊരാൾ നടത്തിയിരിക്കുന്ന ഒരു ശബ്ദ സന്ദേശം മാത്രമാണ് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനമുള്ളത്. ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഒപ്പം ഈ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനമുള്ളത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ കൂടി ഉണ്ട്. കാരണം ഏകദേശം ഒരു 30-40 കിലോമീറ്റർ വനത്തിനുള്ളിലാണ് ഈ ചോലനായ്ക്കർ താമസിക്കുന്നത്. ഒരു പാറക്കെട്ടിന് മുകളിൽ ഏകദേശം 4 കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ മാത്തിയുടെ കുടുംബം അടക്കം ഒരു 4 കുടുംബമാണ് ആ ഒരു പ്രദേശത്ത് ഉള്ളത്. അപ്പോൾ അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ ഏകദേശം പകുതി ദൂരം മാത്രമേ വാഹനം പോവുകയുള്ളൂ. പിന്നീട് ചെങ്കുത്തായ മലയാണ്, അവിടേക്ക് നടന്നു തന്നെ കയറണം. അപ്പോൾ അവിടെ മാവോയിസ്റ്റ് ഭീഷണി അടക്കമുള്ള പ്രദേശമായതുകൊണ്ട് തണ്ടർബോൾട്ടിന്റെ അടക്കം സഹായത്തോടു കൂടിയാണ് അവിടേക്ക് പോകേണ്ടത്. ഇപ്പോൾ ഈ അന്വേഷണ സംഘം പോയിരിക്കുന്നതും അത് പ്രകാരമാണ്. അപ്പോൾ ഇനി ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെയും ഡോക്ടർമാരെയും കൊണ്ട് ഈ ഒരു സുരക്ഷ ഉറപ്പാക്കിയ ശേഷമായിരിക്കും അവിടേക്ക് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോവുക. ഒപ്പം ഈ ചോലനായ്ക്കർ വിഭാഗത്തിന്റെ ഈ സംസ്കാരം കഴിഞ്ഞതുകൊണ്ട് അത് പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടം നടക്കുന്നതിന് അവരുടെ ഒരു സഹകരണം വളരെ ആവശ്യമാണ്. അപ്പോൾ അതുകൂടി സംസാരിച്ച് ഉറപ്പിച്ച ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുക. ഇപ്പോൾ അതിന്റെ ആദ്യ നടപടി എന്നോണമാണ് ഈ പ്രാഥമികമായി അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരം ഒരു ശബ്ദ സന്ദേശം വന്നതിന് പിന്നിൽ ആര് എന്നുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. അങ്ങനെ വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും കരുളായിയിലെ മാത്തി എന്ന ചോലനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട യുവതിയുടെ മരണത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. ഏറെ വെല്ലുവിളികളുള്ള ഒരു അന്വേഷണമാണ്. അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് വിപിൻ പങ്കുവച്ചത്.